സുഭാഷിതങ്ങൾ അധ്യായം 23. ഭരണാധിപനോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുൻപിലുള്ളതെന്താണെന്ന് ശ്രദ്ധിക്കുക. ഭക്ഷണക്കൊതിയനാണെങ്കിൽ നീ നിയന്ത്രണം പാലിക്കുക. അവൻ്റെ വിശിഷ്ട വിഭവങ്ങളിൽ കൊതി വയ്ക്കരുത്, അത് നിന്നെ ചതിക്കും. സമ്പത്ത് നേടാൻ അമിത അധ്വാനം ചെയ്യരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവേകം കാണിക്കുക. സമ്പത്തിന്മേൽ കണ്ണുവെക്കുമ്പോഴേക്കും അത് അപ്രത്യക്ഷമാകും. കഴുകനെ പോലെ ചിറക് വെച്ച് ആകാശത്തിലേക്ക് പെട്ടെന്ന് അത് പറന്നു പോകുന്നു. പിശുക്കൻ തരുന്ന ആഹാരം കഴിക്കരുത്, അവൻ്റെ വിശിഷ്ട വിഭവങ്ങൾ കൊതിക്കുകയും അരുത്. എന്തെന്നാൽ അവൻ മനസ്സിൽ എണ്ണി നോക്കുന്നുണ്ട്. തിന്നുക കുടിക്കുക എന്ന് അവൻ പറയുമെങ്കിലും അവൻ ആത്മാർത്ഥതയില്ല. കഴിച്ച ഭക്ഷണം നീ ഛർദ്ദിച്ചു കളയും, നിന്റെ നല്ല വാക്കുകൾ പാഴായി പോവുകയും ചെയ്യും. ഭോഷൻ കേൾക്കെ സംസാരിക്കരുത്, നിന്റെ വാക്കുകളിലെ ജ്ഞാനത്തെ അവൻ നിന്ദിക്കുകയുള്ളൂ. പണ്ടേയുള്ള അതിർത്തിക്കല്ല് മാറ്റുകയോ അനാഥരുടെ നിലം കയ്യേറുകയോ അരുത്. എന്തെന്നാൽ അവരുടെ സംരക്ഷകൻ ശക്തനാണ്, അവിടുന്ന് നിങ്ങൾക്കെതിരായി അവരുടെ പക്ഷം വാദിക്കും. നിന്റെ മനസ്സ് പ്രബോധനത്തിലും കാതുകൾ വിജ്ഞാനം നിറഞ്ഞ വചനങ്ങളിലും ഉറപ്പിക്കുക. കുട്ടിയെ ശിക്ഷിക്കാൻ മടിക്കേണ്ട, വടികൊണ്ടടിച്ചെന്ന് വെച്ച് അവൻ മരിച്ചു പോവുകയില്ല. അടിക്കുമ്പോൾ നീ അവൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എൻ്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അധരങ്ങൾ നീതി മൊഴിയുമ്പോൾ എൻ്റെ ആത്മാവ് ആഹ്ലാദിക്കും. നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്, എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. മകനെ, ശ്രദ്ധിച്ചു കേൾക്കുക, വിവേകം പുലർത്തുക, മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക. അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽപ്പെടരുത്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും. മത്തുപിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഒടുക്കേണ്ടി വരും. നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക, വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. എന്തു വില കൊടുത്തും സത്യം നേടുക, അത് കൈവിടരുത്. ജ്ഞാനവും പ്രബോധനവും ബുദ്ധിയും നേടുക, നീതിമാന്റെ പിതാവ് അത്യധികം ആഹ്ലാദിക്കും. ജ്ഞാനിയായ പുത്രനെ ലഭിച്ചവൻ അവനിൽ സന്തുഷ്ടി കണ്ടെത്തും. നിന്റെ മാതാപിതാക്കൾ സന്തുഷ്ടരാകട്ടെ, നിന്റെ പെറ്റം ആഹ്ലാദിക്കട്ടെ. മകനെ, ഞാൻ പറയുന്നത് ഹൃദയപൂർവ്വം കേൾക്കുക, എൻ്റെ മാർഗം അനുവർത്തിക്കുക. വേശ്യ ഒരു അഗാധ ഗർത്തമാണ്, സ്വൈരിണി ഇടുങ്ങിയ ഒരു കിണറും. അവൾ കവർച്ചക്കാരനെ പോലെ പതിയിരിക്കുന്നു. പുരുഷന്മാരുടെ ഇടയിൽ അവിശ്വസ്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുവന്നു കലങ്ങിയത്? വീഞ്ഞു കുടിച്ച് സമയം പോകുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്, അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടതം ജൽപ്പിക്കുകയും ചെയ്യും. നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും. നീ പറയും, അവർ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല. അവർ എന്നെ പ്രഹരിച്ചു, എനിക്ക് ഏറ്റില്ല. ഞാൻ എപ്പോഴാണ് ഉണരുക? ഞാൻ ഇനിയും കുടിക്കും. സുഭാഷിതങ്ങൾ അധ്യായം 24. ദുഷ്ടരെക്കുറിച്ച് അസൂയ തോന്നരുത്, അവരോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുകയും അരുത്. അവരുടെ മനസ്സ് അക്രമം ചിന്തിക്കുകയും അവരുടെ അധരങ്ങൾ ഏഷ്ണി പറയുകയും ചെയ്യുന്നു. ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു, വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു. അമൂല്യവും മനോഹരവുമായ വസ്തുക്കളാൽ വിജ്ഞാനം അതിലെ മുറികൾ നിറയ്ക്കുന്നു. ജ്ഞാനി കരുത്തനേക്കാൾ ബലവാനത്രേ, അറിവുള്ളവൻ ശക്തനേക്കാളും. വിവേകിയായ മാർഗദർശിയുണ്ടെങ്കിലേ യുദ്ധത്തിന് പുറപ്പെടാവൂ. ഉപദേഷ്ടാക്കൾ ധാരാളം ഉണ്ടെങ്കിൽ വിജയം നേടാം. ജ്ഞാനം ഭോഷന് കയ്യെത്താത്ത ഉയരത്തിലാണ്, സദസ്സിൽ അവൻ വായ് തുറക്കുകയില്ല. തിന്മ നനയ്ക്കുന്നവൻ ഉപജാപകൻ എന്ന് അറിയപ്പെടും. ഭോഷൻ ആലോചിക്കുന്നതെന്തും പാപമാണ്. പരിഹാസകൻ മനുഷ്യരെ വെറുപ്പിക്കുന്നു. അബ്ദഘട്ടങ്ങളിൽ പതറിപ്പോകുന്നവൻ ദുർബലനത്രേ. കൊലയ്ക്ക് കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കുക.
കൊലക്കള്ളത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുക. ഞാൻ ഇത് അറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ തന്നെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുന്നില്ലേ? നിന്റെ ആത്മാവിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ അതറിയുകയില്ലേ? അവിടുന്ന് പ്രവൃത്തിക്ക് തക്ക പ്രതിഫലമല്ലേ നൽകുക? മകനെ, തേൻ കുടിക്കുക, അത് നല്ലതാണ്. തേൻ തുള്ളികൾ നാവിന് ആസ്വാദ്യമാണ്. നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്നറിയുക. അത് നേടിയാൽ നിനക്ക് നല്ല ഭാവിയുണ്ടാകും. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയുമില്ല. നീതിമാന്റെ പാർപ്പിടത്തിനെതിരെ ദുഷ്ടനെ പോലെ പതിയിരിക്കരുത്. അവൻ്റെ ഭവനത്തെ ആക്രമിക്കുകയുമരുത്. എന്തെന്നാൽ നീതിമാൻ 7 തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും. ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണനാശത്തിലേക്കാണ്. ശത്രുവിൻ്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത്. അവൻ തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുകയുമരുത്. സന്തോഷിച്ചാൽ കർത്താവിന് നിന്നോട് അപ്രീതി തോന്നുകയും നിന്റെ ശത്രുവിൽ നിന്ന് തൻ്റെ കോപം അകറ്റിക്കളയുകയും ചെയ്യും. തിന്മ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് അസ്വസ്ഥനാകേണ്ട. ദുഷ്ടരെ നോക്കി അസൂയപ്പെടുകയും വേണ്ട. എന്തെന്നാൽ തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല. ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞുപോകും. മകനെ, കർത്താവിനെയും രാജാവിനെയും ഭയപ്പെടുക. അവരെ ധിക്കരിക്കരുത്. എന്തെന്നാൽ അവരിൽ നിന്നുള്ള ശിക്ഷ പെട്ടെന്നായിരിക്കും. അതിൽ നിന്നുണ്ടാകുന്ന നാശത്തിൻ്റെ വലിപ്പം ആർക്കാണ് ഊഹിക്കാൻ കഴിയുക? ഇനി പറയുന്നവയും ജ്ഞാനികളുടെ സൂക്തങ്ങളാണ്. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം പാടില്ല. കുറ്റവാളികളോട് നിങ്ങൾ നിരപരാധരാണ് എന്ന് പറയുന്നവനെ ജനങ്ങൾ ശപിക്കും. ജനതകൾ അവനെ വെറുക്കും. എന്നാൽ കുറ്റവാളികളെ ശാസിക്കുന്നവർ സന്തോഷം അനുഭവിക്കും. അവർക്ക് സമൃദ്ധമായ അനുഗ്രഹം ലഭിക്കും. സത്യസന്ധമായ ഉത്തരം നൽകുന്നത് ചുംബനം നൽകുന്നത് പോലെയാണ്. ആദ്യം പുറത്തെ ജോലികൾ ക്രമപ്പെടുത്തുക, വയലിലും എല്ലാം സജ്ജീകരിക്കുക. അതിനുശേഷം വീട് പണി തുടങ്ങുക. അയൽക്കാരനെതിരെ അകാരണമായി സാക്ഷി നിൽക്കരുത്. അവനെ വാക്കുകൊണ്ട് വഞ്ചിക്കുകയുമരുത്. എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോടും പ്രവർത്തിക്കും. അവൻ ചെയ്തതിന് ഞാൻ പകരം ചെയ്യും എന്നു നീ പറയരുത്. ഞാൻ അലസന്റെ വയലും ബുദ്ധിശൂന്യന്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി. അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു. നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരുന്നു. അതിൻ്റെ കൽഭിത്തി ഇടിഞ്ഞ് പൊളിഞ്ഞു കിടന്നു. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, അതിൽ നിന്ന് ഒരു ഗുണപാഠം പഠിക്കുകയും ചെയ്തു. കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുനേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം ആയുധപാണിയെ പോലെയും നിന്നെ സമീപിക്കും.